ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് പ്രവീൺ കുമാർ. പ്രധാന വാർത്തകൾ. പശ്ചിമേഷ്യയിൽ സംഘർഷം തുടരുന്നു. ഇറാനിലെ ഇടക്കാല പരമോന്നത നേതാവായി ആയത്തുള്ള അലി റസ അറാഫയെ നിയമിച്ചു. പശ്ചിമേഷ്യൻ സംഘർഷ പശ്ചാത്തലത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ സുരക്ഷാകാര്യ മന്ത്രിസഭാ സമിതി യോഗം ചേർന്നു. കാനഡ പ്രധാനമന്ത്രി മാർക്ക് കാർണിയുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂഡൽഹിയിൽ പ്രതിനിധിതല ചർച്ച നടത്തും. പാൽ ഉൽപാദനത്തിൽ ആഗോളതലത്തിൽ ഒന്നാം സ്ഥാനം നിലനിർത്തി ഇന്ത്യ. കഴിഞ്ഞ ദശകത്തിൽ ക്ഷീരമേഖലയിൽ 6% സംയുക്ത വാർഷിക വളർച്ച. ആറ്റുകാൽ പൊങ്കാലയ്ക്കൊരുങ്ങി തിരുവനന്തപുരം. സുരക്ഷാ ക്രമീകരണങ്ങൾ ശക്തം. 2020 ലോകകപ്പിൽ ഇന്ത്യ സെമിയിൽ. സൂപ്പർ 8ൽ സഞ്ജു സാംസണിന്റെ മികവിൽ വെസ്റ്റിൻഡീസിന് പരാജയം. വാർത്തകൾ വിശദമായി. പശ്ചിമേഷ്യയിൽ സംഘർഷം തുടരുന്നു. ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനയി കൊല്ലപ്പെട്ടതിൽ ഇറാൻ നഗരങ്ങളിൽ പ്രതിഷേധം ശക്തമായി. ഇടക്കാല പരമോന്നത നേതാവായി ആയത്തുള്ള അലി റസ അറാഫയെ നിയമിച്ചു. സംഘർഷ സാഹചര്യം കണക്കിലെടുത്ത് ഇന്ത്യൻ എംബസികൾ പൌരന്മാർക്കായി നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിട്ടുണ്ട്. പശ്ചിമേഷ്യയിലെ നിലവിലെ സുരക്ഷാ സാഹചര്യം മൂലം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഇന്ത്യയിലെ വിദേശ പൌരന്മാർ വിസ കാലാവധി നീട്ടുന്നത് സംബന്ധിച്ചോ താമസം ക്രമപ്പെടുത്തുന്നതിനോ സഹായത്തിനായി അടുത്തുള്ള ഫോറിനേഴ്സ് റീജിയണൽ രജിസ്ട്രേഷൻ ഓഫീസിനെ സമീപിക്കണമെന്ന് വിദേശകാര്യ മന്ത്രാലയം നിർദ്ദേശിച്ചു. വിശദാംശങ്ങളിലേക്ക്. പശ്ചിമേഷ്യൻ സംഭവ വികാസങ്ങളിൽ ഇന്ത്യ കടുത്ത ആശങ്ക പ്രകടിപ്പിച്ചു. രാജ്യങ്ങൾ സംയമനം പാലിക്കണമെന്നും സാധാരണക്കാരുടെ സുരക്ഷയ്ക്ക് മുൻഗണന നൽകണമെന്നും അഭ്യർത്ഥിച്ചു. സംഘർഷം ഉടൻ അവസാനിപ്പിക്കണമെന്നും വെടിനിർത്തൽ പ്രഖ്യാപിക്കണമെന്നും ചൈന ആവശ്യപ്പെട്ടു. സംഘർഷം തുടരുന്ന പശ്ചാത്തലത്തിൽ ഇന്ത്യൻ വിമാന കമ്പനികളുടെ 350 സർവീസുകൾ റദ്ദാക്കിയതായി വ്യോമയാന മന്ത്രാലയം അറിയിച്ചു. വിമാനങ്ങളുടെ തൽസ്ഥിതി കമ്പനികളുടെ വെബ്സൈറ്റിൽ പരിശോധിക്കാനാകും. യാത്രക്കാരുടെ സേവനങ്ങൾക്കായി കൺട്രോൾ റൂമുകൾ ആരംഭിച്ചതായും 411 പരാതികൾ തീർപ്പാക്കിയതായും മന്ത്രാലയം വ്യക്തമാക്കി. എയർ സേവാ പോർട്ടലിലൂടെയോ 011 24 60 42 83 അല്ലെങ്കിൽ 011 24 63 29 87 എന്നീ ഹെൽപ്പ് ലൈൻ നമ്പറിലൂടെയോ യാത്രക്കാർക്ക് സഹായം ലഭിക്കുമെന്നും മന്ത്രാലയം അറിയിച്ചു. ഇറാന്റെ തലസ്ഥാനമായ ടെഹ്റാനിൽ വ്യോമ മേധാവിത്വം നേടിയതായി ഇസ്രായേൽ പ്രതിരോധ സേന അറിയിച്ചു. ഇറാനിൽ നിന്ന് ഇസ്രായേലിലേക്ക് അയച്ച 50ലധികം യുദ്ധവിമാനങ്ങളും ഹെലികോപ്റ്ററുകളും തകർത്തതായും ഇസ്രായേൽ പ്രതിരോധ സേന അവകാശപ്പെട്ടു. ലെബനനിലെ ഇന്ത്യക്കാർക്ക് ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ച് വിദേശകാര്യ മന്ത്രാലയം. ലെബനനിലേക്കുള്ള അത്യാവശ്യമല്ലാത്ത യാത്ര ഒഴിവാക്കണമെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകി. ഇന്ത്യൻ എംബസിയുടെ +961686012 നമ്പറിലോ cons.beirut@mea.gov.in എന്ന ഇമെയിൽ വിലാസത്തിലോ ബന്ധപ്പെടാം. പശ്ചിമേഷ്യൻ സംഘർഷ പശ്ചാത്തലത്തിൽ സുരക്ഷാ കാര്യങ്ങൾ വിലയിരുത്തുന്നതിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വസതിയിൽ ഇന്നലെ സുരക്ഷാകാര്യ മന്ത്രിസഭാ സമിതി യോഗം ചേർന്നു. ആഭ്യന്തരമന്ത്രി അമിത് ഷാ, രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്, വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ, ധനമന്ത്രി നിർമ്മല സീതാരാമൻ എന്നിവർ പങ്കെടുത്തു. UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് അൽ നഹ്യാനുമായും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹുവുമായും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ടെലിഫോൺ സംഭാഷണം നടത്തി. UAEയിലുണ്ടായ ആക്രമണത്തിൽ നിരവധി പേർക്ക് ജീവൻ നഷ്ടമായതിൽ ശ്രീ മോദി ദുഃഖം രേഖപ്പെടുത്തി. UAEക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച പ്രധാനമന്ത്രി UAEയിലെ ഇന്ത്യൻ പൌരന്മാരുടെ സംരക്ഷണത്തിന് നന്ദി അറിയിച്ചു. സമീപകാല സംഭവവികാസങ്ങളിൽ ഇന്ത്യയുടെ ആശങ്കകൾ ഇസ്രായേൽ പ്രധാനമന്ത്രിയെ അറിയിച്ചതായും സാധാരണക്കാരുടെ സുരക്ഷയ്ക്കാണ് മുൻഗണന നൽകുന്നതെന്നും ശ്രീ മോദി സമൂഹമാധ്യമത്തിൽ പറഞ്ഞു. സംഘർഷ സാഹചര്യത്തിൽ പ്രവാസി മലയാളികൾക്ക് വേണ്ടി അടിയന്തര ഇടപെടൽ അഭ്യർത്ഥിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കത്തയച്ചു. പ്രവാസികളുടെ സംരക്ഷണം ഉറപ്പാക്കുന്നതിനും സുരക്ഷിതമായി നാട്ടിലെത്തിക്കുന്നതിനുമുള്ള അടിയന്തര മുന്നൊരുക്കങ്ങൾ ഉണ്ടാകണമെന്ന് മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു. നോർക്ക റൂട്ട്സിന്റെ ഹെൽപ്പ് ഡെസ്ക് സഹായത്തിനായി +918802012345 എന്ന നമ്പറിൽ ബന്ധപ്പെടാം. ഇന്ത്യയിൽ നിന്നും 1800-425-3939 എന്ന ടോൾ ഫ്രീ നമ്പറിൽ രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. ഡൽഹി കേരള ഹൌസിലും കൺട്രോൾ റൂം തുറന്നിട്ടുണ്ട്. നോർക്ക റൂട്ട്സിന്റെ ഹെൽപ്പ് ലൈൻ നമ്പറിൽ ഇന്നലെ 6 മണിവരെ ആകെ 541 കോളുകളാണ് ലഭിച്ചത്. വിദേശത്ത് നിന്നും 188 പേരും രാജ്യത്തിനുള്ളിൽ നിന്നും 353 പേരും ഹെൽപ്പ് ഡെസ്കിൽ ബന്ധപ്പെട്ടു. ആയത്തുള്ള ഖമനയി കൊല്ലപ്പെട്ടതിനെ തുടർന്ന് പാകിസ്ഥാനിലെ കറാച്ചിയിൽ അമേരിക്കൻ കോൺസുലേറ്റിന് സമീപം നടന്ന പ്രതിഷേധങ്ങൾ അക്രമാസക്തമായി. തുടർന്നുണ്ടായ പോലീസ് വെടിവയ്പിൽ 10ഓളം പേർ കൊല്ലപ്പെട്ടതായാണ് റിപ്പോർട്ട്. ഡൽഹി ലഖ്പതി ബിട്ടിയ യോജനയ്ക്ക് രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് ന്യൂഡൽഹിയിൽ തുടക്കം കുറിക്കും. പദ്ധതിയിലൂടെ വിവിധ ഘട്ടങ്ങളിലായി 56,000 രൂപ പെൺകുട്ടിയുടെ അക്കൌണ്ടിൽ നിക്ഷേപിക്കും. 21 വയസ്സ് പൂർത്തിയാകുമ്പോൾ പലിശ ഉൾപ്പെടെ 1 ലക്ഷത്തിലേറെ രൂപ കുട്ടിക്ക് ലഭിക്കുന്നതാണ് പദ്ധതി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കാനഡ പ്രധാനമന്ത്രി മാർക്ക് കാർണിയും ഇന്ന് ന്യൂഡൽഹിയിൽ പ്രതിനിധിതല ചർച്ച നടത്തും. ഇന്ത്യ കാനഡ തന്ത്രപരമായ പങ്കാളിത്തത്തിൽ കൈവരിച്ച പുരോഗതി ഇരു നേതാക്കളും അവലോകനം ചെയ്യും. വ്യാപാരം, നിക്ഷേപം, ഊർജ്ജം, നിർണായക ധാതുക്കൾ എന്നിവയിലുൾപ്പെടെയുള്ള സഹകരണവും കൂടിക്കാഴ്ചയിൽ വിലയിരുത്തും.
ഇന്ത്യ കാനഡ സിഇഒ ഫോറത്തിലും പ്രധാനമന്ത്രിമാർ പങ്കെടുക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _ ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് _TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്. പാലുൽപാദനത്തിൽ ആഗോളതലത്തിൽ ഒന്നാം സ്ഥാനം നിലനിർത്തി ഇന്ത്യ. ലോകത്തെ മൊത്തം പാലുൽപാദനത്തിൽ 25% ഇന്ത്യയാണ് സംഭാവന ചെയ്യുന്നത്. കഴിഞ്ഞ ദശകത്തിൽ ക്ഷീരമേഖല 6% സംയുക്ത വാർഷിക വളർച്ചാ നിരക്ക് രേഖപ്പെടുത്തിയതായി കേന്ദ്ര സർക്കാർ വ്യക്തമാക്കി. കാർഷികോൽപാദനം വർദ്ധിക്കുകയും കർഷകരുടെ വരുമാനം മെച്ചപ്പെടുത്തുകയുമാണ് സർക്കാർ ലക്ഷ്യമെന്ന് കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. കർഷകരുടെ താൽപര്യാർത്ഥം പുതിയ വിത്ത് നിയമവും പുതുക്കിയ കീടനാശിനി നിയമവും നടപ്പിലാക്കാൻ ഒരുങ്ങുന്നതായി അദ്ദേഹം ഉത്തരാഖണ്ഡിൽ പറഞ്ഞു. 2 रिफॉर्म जल्दी होने वाले हैं. एक सीड एक्ट हम पार्लियामेंट में लाने वाले हैं, एक पेस्टिसाइड एक्ट. किसान को प्रमाणित कैसे बीज मिले, जो घटिया बीज देगा उसके खिलाफ कड़े कानून का हम प्रावधान कर रहे हैं. जैसे 30 लाख से 50 लाख रुपया तक जुर्माने की राशि. और वो पेस्टिसाइड एक्ट में अगर किसी ने गलत पेस्टिसाइड दिया तो उनके खिलाफ भी सख्त सजा के प्रावधान हम लोग रख रहे हैं. ആറ്റുകാൽ പൊങ്കാലയ്ക്കൊരുങ്ങി തിരുവനന്തപുരം നഗരം. സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ പ്രത്യേക ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തി. സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായി 24 മണിക്കൂറും നിരീക്ഷണ ക്യാമറ പ്രവർത്തിക്കുന്നുണ്ട്. നിലവിലുള്ള 900 പോലീസ് ഉദ്യോഗസ്ഥരെ കൂടാതെ ഇന്നും നാളെയും 4500 പോലീസുകാർ കൂടി പ്രത്യേക സുരക്ഷയ്ക്കായി എത്തും. പൊങ്കാല ചടങ്ങുകൾ അവസാനിക്കും വരെ നഗരത്തിൽ ഗതാഗത നിയന്ത്രണമുണ്ടാകും. പൊങ്കാല ദിവസം 10 പോയിന്റുകളിൽ മെഡിക്കൽ ടീമും ആംബുലൻസുകളും സജ്ജമാക്കി. നഗരപരിധിയിലെ 28 സ്കൂളുകൾക്ക് ഇന്ന് അവധി പ്രഖ്യാപിച്ചു. ഡ്യൂട്ടിക്കെത്തുന്ന പോലീസ് ഉദ്യോഗസ്ഥർക്ക് സ്കൂളുകളിൽ താമസ സൌകര്യം ഒരുക്കുന്നതിനാണ് അവധി. 2020 ലോകകപ്പിലെ സൂപ്പർ 8 മത്സരത്തിൽ വെസ്റ്റ് ഇൻഡീസിനെ പരാജയപ്പെടുത്തി ഇന്ത്യ സെമിയിൽ കടന്നു. സഞ്ജു സാംസൺ പുറത്താവാതെ നേടിയ 97 റൺസിന്റെ പിൻബലത്തിലാണ് ഇന്ത്യ വിജയകിരീടം ചൂടിയത്. ആദ്യം ബാറ്റ് ചെയ്ത വെസ്റ്റ് ഇൻഡീസ് 195 റൺസ് നേടി. 4 പന്തുകൾ ബാക്കി നിൽക്കെയാണ് ഇന്ത്യയുടെ ജയം. വ്യാഴാഴ്ച ഇന്ത്യ ഇംഗ്ലണ്ടിനെ നേരിടും. ഈ മാസം 8-നാണ് ഫൈനൽ. ഇന്റർനാഷണൽ ഹോക്കി ഫെഡറേഷൻ ലോകകപ്പ് യോഗ്യതാ മത്സരങ്ങൾക്ക് മുന്നോടിയായി ഇന്ത്യൻ വനിതാ ടീം ഹൈദരാബാദിലെത്തി. ഈ മാസം 8 മുതൽ 14 വരെയാണ് മത്സരങ്ങൾ. 8-ന് ഉറുഗ്വേയുമായാണ് ഇന്ത്യയുടെ ആദ്യ മത്സരം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തമിഴ്നാട്ടിലെ മധുരയിൽ 4400 കോടിയിലധികം രൂപയുടെ അടിസ്ഥാന സൌകര്യ പദ്ധതികൾക്ക് തുടക്കം കുറിച്ചു. കുംഭകോണം, ഏർക്കാട്, വെല്ലൂർ എന്നിവിടങ്ങളിൽ ആകാശവാണിയുടെ പുതിയ FM റിലേ ട്രാൻസ്മിറ്ററുകൾ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു. വയനാട് ദുരന്തബാധിതർക്കായി സർക്കാർ നടപ്പിലാക്കിയ ടൌൺഷിപ്പ് ലോക മാതൃകയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതർക്കുള്ള ടൌൺഷിപ്പിന്റെ ആദ്യഘട്ട ഉദ്ഘാടനം ഇന്നലെ മുഖ്യമന്ത്രി നിർവഹിച്ചു. 178 കുടുംബങ്ങൾക്ക് വീടുകൾ കൈമാറി. കേരളത്തിൽ ഈ വർഷം ജനുവരി 1-ന് 18 വയസ്സ് പൂർത്തിയായിട്ടും തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണ സമയത്ത് പേര് ചേർക്കാൻ സാധിക്കാത്തവർക്ക് പട്ടികയിൽ പേര് ചേർക്കാൻ അവസരം. voters.eci.gov.in എന്ന വെബ്സൈറ്റിലൂടെയോ ECI നെറ്റ് മൊബൈൽ ആപ്പ് വഴിയോ ബൂത്ത് തല ഓഫീസർ വഴിയോ അപേക്ഷിക്കാം. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി വരെയാണ് പേര് ചേർക്കാൻ അവസരമുള്ളത്. രാജ്യത്ത് കഴിഞ്ഞ മാസത്തെ GST വരുമാനം 8.1% ഉയർന്ന് 1,83,000 കോടി രൂപയിലെത്തി. കഴിഞ്ഞ വർഷം ഫെബ്രുവരിയിലെ GST വരുമാനം 1,69,000 കോടി രൂപയായിരുന്നു. കേന്ദ്ര GST വരുമാന ഇനത്തിൽ 37,473 കോടി രൂപയും സംസ്ഥാന GSTയിൽ നിന്ന് 45,900 കോടി രൂപയുമാണ് ലഭിച്ചത്. സ്പെയിനിലെ ബാഴ്സലോണയിൽ ഇന്ന് ആരംഭിക്കുന്ന മൊബൈൽ വേൾഡ് കോൺഗ്രസിൽ ഇന്ത്യയെ പ്രതിനിധാനം ചെയ്ത് കേന്ദ്രമന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യ പങ്കെടുക്കും. ഇന്ത്യയുടെ ടെലികോം നിർമ്മാണ മേഖലയിലെ നൂതനാശയങ്ങൾ പ്രദർശിപ്പിക്കുന്ന ഇന്ത്യൻ പവലിയൻ അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും. ദുബായിൽ നിന്ന് നയതന്ത്ര ഉദ്യോഗസ്ഥരെയും ഇന്ത്യൻ പ്രവാസികളെയും രക്ഷപ്പെടുത്തി വിമാനം പുറപ്പെട്ടു എന്ന തരത്തിൽ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന ദൃശ്യങ്ങൾ വ്യാജമെന്ന് വിദേശകാര്യ മന്ത്രാലയം. തെറ്റിദ്ധരിപ്പിക്കുന്ന വീഡിയോകളുടെ കാര്യത്തിൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും മുന്നറിയിപ്പ് നൽകി. പ്രധാന വാർത്തകൾ വീണ്ടും. പശ്ചിമേഷ്യയിൽ സംഘർഷം തുടരുന്നു. ഇറാനിൽ ഇടക്കാല പരമോന്നത നേതാവായി ആയത്തുള്ള അലി റസ അറാഫിയെ നിയമിച്ചു. പശ്ചിമേഷ്യൻ സംഘർഷ പശ്ചാത്തലത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ സുരക്ഷാകാര്യ മന്ത്രിസഭാ സമിതി യോഗം ചേർന്നു. കാനഡ പ്രധാനമന്ത്രി മാർക്ക് കാർണിയുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂഡൽഹിയിൽ പ്രതിനിധിതല ചർച്ച നടത്തും. പാലുൽപാദനത്തിൽ ആഗോളതലത്തിൽ ഒന്നാം സ്ഥാനം നിലനിർത്തി ഇന്ത്യ. കഴിഞ്ഞ ദശകത്തിൽ ക്ഷീരമേഖലയിൽ 6% സംയുക്ത വാർഷിക വളർച്ച. ആറ്റുകാൽ പൊങ്കാലയ്ക്കൊരുങ്ങി തിരുവനന്തപുരം. സുരക്ഷാ ക്രമീകരണങ്ങൾ ശക്തം. 2020 ലോകകപ്പിൽ ഇന്ത്യ സെമിയിൽ. സൂപ്പർ 8-ൽ സഞ്ജു സാംസന്റെ മികവിൽ വെസ്റ്റ് ഇൻഡീസിന് പരാജയം. വാർത്തകൾ കഴിഞ്ഞു. തിരുവനന്തപുരം നിലയത്തിൽ നിന്നുള്ള അടുത്ത വാർത്താ പ്രക്ഷേപണം 11 മണിക്ക്.